മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. പുണ്യവേലിന്റെ കടയാണ് കാട്ടാനക്കൂട്ടം ആക്രമിച്ചത്. 26ാമത്തെ തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പുലർച്ചെ 4 മണിയോടെയാണ് ചൊക്കനാട് എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ചൊക്കനാട് റേഷൻ കട നടത്തുന്ന പുണ്യവേലിന്റെ കടയ്ക്ക് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത്. കടയുടെ ജനാലകൾ തകർത്താണ് സാധനങ്ങൾക്ക് കേടുപാട് വരുത്തിയത്. 26ാമത്തെ തവണയാണ് റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതെന്ന് പുണ്യവേൽ പറയുന്നു. ഞാൻ വന്നിട്ട് ഒരു 4-5 പ്രാവശ്യം വന്നിട്ട് CMന്റെ ഹെൽപ്പ് ലൈനും വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബാങ്കിന്റെ ലോണൊക്കെ ഉണ്ടായിരുന്നു. ബാങ്കിലും ലോൺ വന്നിട്ട് കിട്ടാതെ ആകുമ്പോഴത്തേക്കും വന്നിട്ട് ഞാൻ ഇതിന്റെ വിവരങ്ങളൊക്കെ വന്നിട്ട് പറയണ്ടായിരുന്നു. എന്നിട്ടും ഒരു തീരുമാനമായിട്ടില്ല. പിണറായി സർക്കാരിന്റെ സമയത്ത് അതല്ലാതെ ഈ സർക്കാരിന്റെ സമയത്തും വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും വന്നിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല. 26 തവണ ഉണ്ടായിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 10,000 രൂപ വെച്ച് നോക്കുവാണെങ്കിലും വന്നിട്ട് 26 ലക്ഷം രൂപയുടെ വന്നിട്ട് നഷ്ടപരിഹാരമുണ്ട്. കട തകർത്ത ശേഷം സമീപത്തെ ക്വാർട്ടേഴ്സിലെത്തി നിർത്തിയിട്ടിരുന്ന കാറിന് കേടുപാടുകൾ വരുത്തി. വാഹനത്തിന്റെ പുറകുവശത്തെ ചില്ലും തകർത്തു. ഇപ്പൊ എല്ലാവരും പറയുന്നത് അനുസരിച്ച് ഇയാളെ ഭയങ്കര ശല്യമുണ്ട്. ഇന്നലെ രാവിലെ ഒരു 4:30 ആകുമ്പോൾ ഒരു 6 എണ്ണം ഇവിടെ വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് ഞങ്ങളും പേടിച്ചാണ് ഉണ്ടായിരുന്നു. ഈ വണ്ടിയും ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് പിന്നെ ചെറിയ കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കളഞ്ഞിട്ട് പിന്നെ ഫോറസ്റ്റ് വിളിച്ചപ്പോൾ അത് ഔട്ട് ഓഫ് റേഞ്ചിന് പറഞ്ഞു. BSNL ഒന്നത് ഭയങ്കര കംപ്ലൈൻറ്റാണ്. അതൊരു കുറ്റമുണ്ട്. മേഖലയിൽ കാട്ടാനകളുടെ ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. யானை 6 மணிக்கெல்லாம் வந்துடுது. இங்கே மக்கள் வெளியே நடமாடவே முடியல. எங்களுக்கு பெரிய சல்லியம். இந்த பார்த்தீங்களா ராத்திரி இது மாதிரி ரோட்டில் வர முடியாது, ஒரு பக்கம் போக முடியாது. ஆனால் நிறையா சேதப்படுத்துது. அது யாருமே கண்டுக்கிறது இல்லை. நாங்கள் என்ன செய்யிட்டோம், எங்கள் உயிரை எந்த நேரம் கையில் ராத்திரிலாம் 6 இங்கே வந்து நின்றுச்சு. என்ன செய்ய, வெளியே வர முடியுமா, ஒன்றும் செய்ய முடியாது. உயிரை கையில் தான் பிடிச்சிட்டு இருக்க வேண்டியது. കാട്ടാന ശല്യത്തിന് വനംവകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ വേണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ.